ജ്യൂസി ടൈപ്പ്. ജ്യൂസി ടൈപ്പ് സൂപ്പർ സാധനം. അടിപൊളി. ഏതാ നല്ല മധുരം. ഏതാ മധുരം, തേന് പോലെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലം ഉറങ്ങിച്ച് കുറച്ച് നേരം രാവിലെ എണീച്ചിട്ടിപ്പോൾ പിന്നെ രണ്ടാമത് കിടന്നു, പിന്നെ എണീച്ചാണിത്. ഡ്രസ്സൊക്കെ മാറി. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച വീട്. ഓക്കെ, ഒറ്റ വീടാണ്. നമുക്കായിട്ട് സെപ്പറേറ്റ് വീട് തന്നായിരുന്നു താമസിക്കാൻ. അടിപൊളി വീടായിരുന്നു. പിന്നെ ഞാൻ വീട് കാണിച്ചു തരാം. ഈ രണ്ട് സൈഡിലും കാണുന്നത് ഫാമിംഗ് ആണ്. ഇവരിവിടെ വളർത്തുന്ന പഴവർഗ്ഗങ്ങളാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് വൈഫ് പരിചയപ്പെടുത്തി തരും. എനിക്ക് ഫുൾ പേര് അറിയില്ല ഇവിടുത്തെ എന്തൊക്കെയാണെന്നുള്ളത്, പെട്ടെന്ന് കിട്ടത്തില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ വൈഫ് പരിചയപ്പെടുത്തി തരുന്നത്. ഞാൻ വീട് കാണിച്ചു തരാം. ഓക്കെ, വീട്ടിലേക്ക് കയറുന്ന സ്ഥലമാണ്. വാഷ്റൂമാണിത്. ഇത് കിച്ചണ്. കയറുമ്പോൾ തന്നെ കിച്ചൺ ഉണ്ടാവും. റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ കിച്ചൺ ഉണ്ടാവും. കിച്ചണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ ഇവിടെ കിടന്നാണ്. ഇവിടെ AC വാട്ടർ കൂളറുള്ള കിടന്നത് അവിടെയാണ്. പിന്നെ ഇവിടെ റൂമുണ്ട്. റൈറ്റ് സൈഡിലെ റൂമുണ്ട്, ലെഫ്റ്റ് സൈഡിലെ റൂമുണ്ട്. പിന്നെ അതൊക്കെയാണ് വീട്. വീട് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഫാമിങ് ഇതാണ്, കാണിച്ചു തരാം. ഫുള്ള് കൈമലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല മധുരമുള്ള പഴങ്ങളൊക്കെ ഉണ്ട് അതിൽ. അതൊക്കെ ഇനി പരിചയപ്പെടുത്തരും. എനിക്കറിയില്ല അതിൻ്റെ പേര്. എല്ലാം ആപ്രിക്കോട്ടാണ് അതിൻ്റെ പേര്. പിന്നെ ഇത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. കണ്ടോ, ഇവിടെ ഫുള്ള് ഒരു മലഞ്ചെരുവിലുള്ള ഒരു ഗ്രാമമാണ് ഇത്. അപ്പോൾ ഇതാണ് നമ്മൾ പുറം ഭാഗം. സൂപ്പർ സ്ഥലമാണ്. ആപ്രിക്കോട്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ആപ്രിക്കോട്ട് ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് കഴിച്ചായിരുന്നു. കണ്ടോ, ഇതുമലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഏതാ നല്ല മധുരം എന്ന് വെച്ചാൽ സൂപ്പർ മധുരമാണ്. ഞാൻ വേണം ഒന്ന് പറിച്ച് കഴിച്ചിട്ട് കാണിച്ചു തരാം. സൂപ്പർ മധുരമാണ്. എനിക്ക് കഴിയെത്തുന്നത് ഏതാണ് നല്ല. ഇതെന്നെ പറിക്കാം. കണ്ടോ, ഇത് ഞാൻ പറിക്കുകയാണ്. എന്താ പറിച്ചു. സൂപ്പർ സാധനമാണ്. കണ്ടാൽ വിചാരിക്കും പഴുത്തില്ല എന്ന്. അടിപൊളി മധുരമാണ്. കഴിച്ച് നോക്കിയിട്ട് പറയാം. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. സൂപ്പറാണ്, അടിപൊളിയാണ്. ഞാൻ രാവിലെ ഓൾറെഡി 2 കഴിച്ചാണ് എണീച്ചു വിടണേ. ഇനി രാത്രി വന്നപ്പോൾ കണ്ടായിരുന്നു താഴൊക്കെ വീണെടുക്കണം. എന്താ പെർസിമെന്ന് ഫാർസിയിലാണ് പറയുന്നത്. ഇംഗ്ലീഷ് പെർസിമെന്ന് അവര് ഹോർമോൽ എന്ന് പറയും ഫാർസിയിൽ. ഇത് നമ്മുടെ ഒരു ഓറഞ്ച് കളർ, പഴുത്ത് വന്നാൽ ഒരു ഓറഞ്ച് കളർ ആയിരിക്കും. ഏകദേശം തക്കാളി ടൈപ്പ്. പക്ഷെ നല്ല മധുരമുള്ള ഫ്രൂട്ട് ആയിട്ട്. പിന്നെ തൊട്ടപ്പുറമുള്ളത് ഇതെന്താണ്? ആപ്രിക്കോട്ടിന്റെ മരമാണ്. ഇതുമ്മേൽ ഉണ്ടായിട്ട് തീർന്നു പോയതാണ്, കഴിഞ്ഞതാണ്. പെറുക്കി വെച്ചാണ് അതൊക്കെ. നമ്മളെ ചെറിയാണ്, ചുവന്ന ചെറിയാണ്. കുറെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഇതിന്റെ സീസൺ കയ്യാറ് പഴുത്ത് വീണെടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അതെ, ഇനിയുണ്ട് ഉള്ളില്. ഇത് റോസാപ്പൂ. നോർമലി നമ്മളെ വീട്ടിലൊക്കെ വെക്കുന്ന പോലെ റോസാപ്പൂ ചെടിയാണ്. താഴെ പിന്നെ ഇവിടെ ചെറിയൊരു എല്ലായിടത്തുള്ള പോലെ തന്നെ ഇവിടെ അധിക സ്ഥലത്തും കാണുന്നതാണ് ഗ്രേപ്സ് ആണ്. ഇത് വൈറ്റ് എന്ന് പറഞ്ഞു. ഗ്രീൻ ഗ്രേപ്സ് ഉണ്ടാവില്ല, ഗ്രീൻ ഗ്രേപ്സ്, ബ്ലാക്ക് അല്ലാത്ത.
ഓക്കെ ഓക്കെ ഇനി താഴെ ഇറങ്ങാം. ശ്രദ്ധിച്ചോ, ഇതിൻ്റെ കൂടെ ഒരാളുണ്ട്. രാവിലെ എണീച്ചിട്ട് ഇതും സെയിം മരമാണ്, നമ്മൾ നേരത്തെ കാണിച്ച മരമാണ് ആപ്രിക്കോട്ട്. അതെ, ഇതുപോലൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ കുറേ വീണെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇതൊന്ന് വീണിക്ക്. ഈ വീണത് ചിലത് തല്ലിപ്പോവും. പക്ഷേ കിളികളുണ്ട് ഇവിടെ, അറച്ച് കിളികളാണ് നാശമാക്കണ്ട. സൂപ്പർ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പച്ചയല്ല കേട്ടോ, ഇതൊക്കെ കഴിക്കാൻ നല്ല രസമാണ്, നല്ല മധുരമായിട്ട്. പിന്നെ അടുത്തത് ഇത് ഇന്നലത്തെ വീഡിയോയില് നമ്മൾ പാർക്കിൽ നിന്ന് കാണിച്ചു തന്നില്ല, ആ സാധനമാണ്. ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ആണ്, ഇതൊന്നും വലുതായിട്ടില്ല. അനാറാണ് ഇത്, അനാറ്. ഇതൊക്കെ വലുതായാലും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ പൂവാണ്, അനാറിൻ്റെ പൂവ് ഇങ്ങനെ ഉണ്ടാവുക, തൊഴിഞ്ഞ് വീണിട്ടാണ് ഉണ്ടാവും. പിന്നെ ഇതാണ് അഞ്ചീർ, നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അഞ്ചീർ. ആ സാധനമാണ് അഞ്ചീർ. അഞ്ചീറിൻ്റെ തുടക്കമാണിത്. അടുത്തെന്താ ഉള്ളത്? ഇതൊക്കെ തന്നെ. പിന്നെ ഗ്രേപ്സിൻ്റെ ഇവിടെ ഉണ്ട്. ഇതെന്താ സാധനം എന്നറിയോ? ഇതെന്താ അറിയോ? ഇതെന്താന്നുള്ള നമുക്ക് അറിയില്ല, എന്താന്ന് മനസ്സിലായില്ല. ചോദിക്കാം, കുഴപ്പമില്ല. എന്താന്നല്ല ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഈ അനാറ് ഇതൊരു ആപ്പിൾ ടൈപ്പാണ്, ഹാർഡായിട്ടുള്ളൊരു ആപ്പിൾ ടൈപ്പ് സാധനമാണെന്ന് പറഞ്ഞത്. അതിൻ്റെ പേര് അവർക്ക് ഫോർസിയിൽ അറിയുള്ളൂ, ഇംഗ്ലീഷിലൊന്നും. ഗ്രീൻ ആപ്പിൾ അല്ല, പക്ഷേ അവർ പറഞ്ഞാണ്, അവർക്ക് അതിനെ കുറച്ച് കൂടുതൽ അറിയുന്ന, അവർ ഇവിടെ ഉള്ള ആളാണ്, ഇവിടേക്ക് വരുന്ന ആളാണ്. ഇതൊക്കെ അഞ്ചീർ തന്നെയാ ദൈവ? ഇതെന്നാ സെയിം തന്നെ അല്ല? സെയിം തന്നെ. അപ്പോൾ നമ്മൾ വേറൊരു ഫാമിലേക്ക് പോകുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഈ വീട്ടിലുള്ള ഇത്രയും പഴങ്ങളാണ് നിങ്ങൾ കാണിച്ചത്. ഇത് ഒരാൾക്ക് ഒരു മാസം നിന്നിട്ട് പഴങ്ങളുണ്ട് ഇതിൻ്റെ മുകളിൽ തന്നെ, ഇഷ്ടം പോലെ. അപ്പോൾ ഞാൻ വീടൊക്കെ കാണിച്ച് തരുന്നുണ്ട്. പിന്നെ ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബാക്കി ഫാമിംഗ് ഒക്കെ നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അങ്ങോട്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങാണ്. നമ്മളിത് ഇറങ്ങിയിട്ട് വണ്ടി ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്ത്. തൊട്ടടുത്ത് വരെ വണ്ടി വരും. ഇത് പഴയ ഒരു വണ്ടിയാണ് ഇവിടുത്തെ, പണ്ട് അവർ ഉപയോഗിച്ച ഓൾഡ്. പിന്നെ ഇപ്പോൾ ഞങ്ങളങ്ങനെ പോവാണ് വണ്ടിയിലേക്ക്. ഞാൻ പുറം ഭാഗം കാണിച്ചു തരാം, നിങ്ങൾക്ക് ഔട്ട്ഡോർ ഭാഗം കാണിച്ചു തരാം. ഉണ്ടോ? ഇതൊക്കെ ഇവിടെയൊക്കെ പണിയുന്നുള്ളൂ കുറേയൊക്കെ. ഇവിടെയൊക്കെ പണിയുന്നേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. വാതിലൊക്കെ പൂട്ടി ഞങ്ങൾ. ഇവിടെ ആരും ഉണ്ടാവില്ല ഇനി, ഒരു പൂട്ടാണ് വാതിലൊക്കെ. ഇതാണ് തേന് ശേഖരിക്കുന്ന പാത്രം. ഇതുണ്ട്, അതിലുണ്ട്. കുത്തോട്ടോ, ഇത് കുത്തു ഇറങ്ങണ്ടേ, മെല്ലെ പോട്. അവളെ കുത്തിക്കിൻ്റെ തീർന്ന്. മെല്ലെ കയറിക്കും, ഉള്ളിൽ കയറിക്കും. ഇതിൽ നിങ്ങൾ ഇപ്പുറത്തൂടെ കയറിക്കോ, അതിലൂടെ കയറണ്ട. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നലെ താമസിച്ച വീട് അത്. ഇന്നലെ താമസിച്ച വീട് ഇത്. ഇന്നലെ ഡിന്നറൊക്കെ എത്തിയ വീട് അതാണ്. അപ്പോൾ അവിടത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഓക്കെ, ചലക്ക് ജായക. അപ്പോൾ ഞാൻ നടന്നു പോവാണ്. വൈഫ് വണ്ടി കയറിയിട്ടുണ്ട്, അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ പോകുന്ന കുറച്ചും കൂടി സ്ഥലങ്ങൾ കാണിച്ചു തരാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് മെയിൻ റോഡ്. ഇതല്ലേ മെയിൻ റോഡില്ലേ? ഇതാണ് മെയിൻ റോഡ്. അവിടെ റോഡുണ്ട് നേരെ, അതിലൂടെയാണ് വണ്ടിയൊക്കെ പോവുക പല സ്ഥലങ്ങളിലേക്കും. അപ്പോൾ ഇതൊരു മലഞ്ചെരുവാണ്. ഇപ്പോൾ ഫുള്ള് മലകളും പിന്നെ ഇതൊക്കെയുണ്ട്. ഇതെന്താ സാധനം? ഇത് വീടാ? വീടല്ലല്ലോ ഇത്.
വീടുണ്ടാക്കുന്ന ആവശ്യം ഇത് വീടുണ്ടാക്കുന്നതാണ് ഒരു പണിയാണ് പുതിയ. അതെല്ലാം ഗവൺമെൻറ്റില്ല, ആർമി ആയിരിക്കും. ആ മലകൾ കാണുന്ന മൊത്തം ഗവൺമെൻറ്റിൻ്റെ. അവിടെ നമുക്ക് കയറാൻ പറ്റില്ല. ഈ സൈഡ് ആൾക്കാർക്ക് സ്ഥലം മേടിക്കാം, വീടെടുക്കാം, ഫാമിങ് ചെയ്യാം, എല്ലാം ചെയ്യാം. ഇതൊക്കെ മുന്തിരി ഉണ്ട്, അതുപോലെ ആപ്രിക്കോട്ടിൻ്റെ മരമുണ്ട്, പിന്നെ ചെറിയ ചെറിയ മറ്റേതൊക്കെ ഉണ്ട്. വൈഫ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നലെ ഡിന്നറൊക്കെ കഴിക്കാൻ വന്ന വീട് ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ കോമൺ ആണ്. ഫ്രൂട്ട്സിൻ്റെ മരം ഇവിടെ കോമൺ ആണ്. ഇത് മൾബറീൻ്റെ വൈറ്റ് മൾബറിയാണിത്. ഉണ്ടോ, വൈറ്റ് മൾബറി ഉണ്ടോ? ഇതൊക്കെ നല്ല മധുരമുള്ള സാധനമാണ്, സൂപ്പർ സാധനമാണ്. ഇതൊക്കെ കൊഴിഞ്ഞെടുക്കുന്ന വണ്ടീൻ്റെ മുകളിലുണ്ട്, വീണെടുക്കാണ്. മൾബറി മൊത്തം വീണെടുക്കണ്ട. ഇതൊക്കെ വേണം എടുത്ത് കഴിക്കാം, നോ പ്രോബ്ലം. ഇതിലൊന്നും ഒരു പ്രിസർവേറ്റീവ് ഇല്ലാതെ സാധനമാണ്. ഏതാ മധുരം, സൂപ്പർ. അപ്പോൾ ഇന്നലെ ആൾ രാത്രി ഡിന്നറൊക്കെ കഴിക്കാൻ വന്ന വീടാണ്. ആരെ വീടാന്ന് വെച്ചാൽ ഇത് ഉപ്പാൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ ഉമ്മാൻ്റെ വീടാണ് ഈ വീട്. ഇവിടെ ഇപ്പോൾ താമസിക്കുന്ന ഉമ്മയല്ല, ഒരു മോളാണ്. ഉമ്മ മരിച്ചുപോയി. ഉമ്മാൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു ഇന്നലെ. ഒരു വീടുണ്ടാ? സലാം. ഇവിടെയൊക്കെ ഉണ്ട് ഫാം. ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സുകളുണ്ടാവും. പിന്നെ മുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരാണെന്ന് തോന്നുന്നു. दूसरा आदमी के जो कल का आया वो यार बहुत है. പിന്നെ ഇവരെ കോഴിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. കോഴി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നാടൻ പരിപാടി. കോഴിക്കുട്ടി, മുട്ട എല്ലാം ഉണ്ട്. ഒരു എക്സ്ട്രാ സംഭവം കാണുന്ന വെച്ചാൽ ഇവർ ഫ്രൂട്ട്സിൻ്റെ മരം ഇഷ്ടം പോലെ ഉണ്ടാവും അവർക്ക്. അതാണ് സംഭവം, അതാണ് ഡിഫറെൻ്റ് ഉള്ളത്. വേറെ എല്ലാം നമ്മളെപ്പോലെ തന്നെ. വേറെ വീടിൻ്റെ എൻട്രൻസ് ആണ് വലിയ ഇവിടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് പോകുന്നത് ഇവരെന്നെ ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു 1-2 ഡെസ്റ്റിനേഷൻ വരെ മനസ്സിലുണ്ട്. ഞാൻ അവിടെ എത്തി പറയാം എവിടെയാണെന്നുള്ള, ഏതാ ഡെസ്റ്റിനേഷൻ എന്നുള്ള ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഒന്ന് ഈ വണ്ടിയുണ്ട്, പിന്നെ ഈ രണ്ട് വൈറ്റ് വണ്ടി. അപ്പോൾ ഇതിലാണ് പോകുന്ന ഡെസ്റ്റിനേഷൻ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ പോകുന്നത് ഇവരെന്നെ സ്ഥലമാണ്, ഇവരെന്നെ കുറച്ച് ഫാമൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ വേറെ ആൾക്കാരുടെ സ്ഥലമുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ ലഞ്ചൊക്കെ അവിടെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന്. നല്ല രസമാണ്. ഇവരെ ഫുഡൊക്കെ ഭയങ്കര ഡിഫറെൻറ്റ് പേരാണ്. നമുക്ക് വേറെ എവിടെയും കിട്ടത്തൊന്നുമില്ല ഈ ഫുഡ്. ഒന്നുമില്ല, നമുക്ക് നമ്മളെ കേരള ഫുഡ് UAE കിട്ടുന്നുണ്ട്, വേറെ GCC കൺട്രിയിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ഒരുപാട് സ്ഥലങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ ഇവരെ ഫുഡ് ഐറ്റംസ് നമുക്ക് എല്ലായിടത്തും കിട്ടത്തില്ല. ദുബൈയിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാ ഫുഡൊന്നുമില്ല. അതുപോലെ ഓതൻറ്റിക് ടേസ്റ്റൊന്നുമല്ല, ഇവരെ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റും കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതെല്ലാം നോക്കാം. ഇപ്പോൾ എല്ലാവരും വരുന്നുണ്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ വിടുകയാണ്. അവരെന്തൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ഒരാൾ, ഇത് മറ്റേ ഞാൻ പറഞ്ഞ ആളാണിത്.
അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് വേറെ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു കാട്ടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു റോഡിലേക്ക് കയറിയിട്ടുണ്ട്. കാടല്ല സംഭവം, വാൽനട്ടിൻ്റെ മരമാണിത്. ഇതൊക്കെ വാൽനട്ടിൻ്റെ മരമാണ് സംഭവം, കാടല്ല. മറ്റേ കാർ അയാൾക്കാണ് വൈകി അറിയുന്നത്. കാടല്ല, ഫ്രൂട്ട്സിൻ്റെ മരങ്ങളായതൊക്കെ. അല്ല, ഇവിടെ ഈ ഏരിയയിൽ ഫുള്ള് ഫ്രൂട്ട്സ് ആണ് സംഭവം. ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അവരവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മളിതവിടെ പാർക്ക് ചെയ്യണം. ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണക്കം കൂടിയിട്ട് കൂടുതൽ ഉണങ്ങി പോയില്ലേ. ഇത് വാൽനട്ടല്ലേ സംഭവം. വാൽനട്ട് ഉണങ്ങിപ്പോയതാ കൂടുതൽ. കഴിഞ്ഞ വർഷത്തെ സാധനമാണെന്ന് തോന്നുന്നു. ഇപ്പത്തെ ഇതാണ്ട വാൽനട്ട് ഇവിടെ കിടക്കുന്ന ഇതാ ഇഷ്ടം പോലെ വാൽനട്ട്. ഞാൻ കുലിക്കാൻ പോയി 2 പീസ് താഴെ വീണ്. മൊത്തം വാൽനട്ടിൻ്റെ മരം ഇത്. ഇതൊക്കെ വാൽനട്ടാ. വാൽനട്ട് ഫുള്ള് നല്ല നല്ല സ്മെല്ലാണ് ഈ മരത്തിൻ്റെ ഇലക്കൊക്കെ. അപ്പോൾ ഞങ്ങളെ ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ വണ്ടി വരും, ഇവിടെ വരെ വണ്ടി വരും. ഈ സംഭവം എന്ന് വെച്ചാൽ ഇത് ഈ സ്നോ ഇവിടെ ഒരു ജനുവരി ഫെബ്രുവരി സമയത്ത് ഫുൾ സ്നോ ആയിരിക്കും. ഫുൾ വെള്ള കളറിലായിരിക്കും സ്നോ ആയിരിക്കും. ഞാൻ വീഡിയോ കാണിച്ചുതരാം. സ്നോ ഉള്ള സമയത്തുള്ള വീഡിയോ ആ വീട്ടിലൊരാൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ആ സ്നോ ഒലിച്ചിട്ട് വരുന്ന വെള്ളം വരുന്ന സ്ഥലമാണിത്. ഇങ്ങനെ ഒലിച്ചിട്ടാണ് പോവുക. ഇങ്ങനെ സ്നോ ഒലിച്ച് വരും ഇങ്ങനെ. അപ്പോൾ അത് വെള്ളമായിട്ട് ഇങ്ങനെ പോവുക ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിനി ഫുഡ് കഴിക്കാനും പിന്നെ അതുപോലെ അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഒരു സ്ഥലം ഉറവെള്ളം ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഇത് ഈ മലേൻ്റെ മുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന ഉറവെള്ളം. ഉറവെള്ളം കണ്ടില്ല. ഇത് സംഭവം അടി കൂടി ഏത് വരുന്നല്ല. അങ്ങോട്ടൊക്കെ ഒരു സ്ഥലത്ത് വെള്ളമില്ല അങ്ങോട്ട്. ഈ വെള്ളം വരുന്ന നോക്ക്, കുറേ ആയിട്ട് വരുന്ന വെള്ളമാണിത്. ഇത് കുടിക്കാൻ പറ്റും, എല്ലാത്തിനും പറ്റും. കുളിക്കാൻ പറ്റും, കുടിക്കാൻ പറ്റും, എല്ലാത്തിനും പറ്റും. നല്ല തണുത്ത വെള്ളമാണ്. അതുപോലെ ഒരുപാട് സ്ഥലത്തു നിന്ന് വെള്ളം വരുന്നുണ്ട്, ഉറവെള്ളം. അവിടുന്ന് മാത്രമല്ല, ആ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇതുവഴി ഒലിച്ച് പോകുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോന്നേ, ഇങ്ങനെ പോവും. കേക്കിയാ പോവാ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവാണ്. നമ്മൾ എവിടെയാ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ क्या ये 2000 रुकेगा साल? ഇതിൻ്റെ വയസ്സെന്ന് വെച്ചാൽ, ഈ മരത്തിൻ്റെ വയസ്സെന്ന് വെച്ചാൽ 2000-3000 വർഷത്തോളം ഈ മരം ഇങ്ങനെ കടന്നോളും. ഒന്നുമല്ല, അത്രയും വർഷം പഴവർഗ്ഗങ്ങളും തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു മരമാണ്. അതിൻ്റെ ഒരു ഇതാണ്, പഴമാണിത്, ടൈപ്പ് പഴമാണിത്. ഓക്കെ ജാഗ. അങ്ങനെ നമ്മൾ ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കുന്നുള്ള സ്ഥലം. ഈ ഫ്രൂട്ട്സ് നെയ്യേ ഇത് ഫ്രൂട്ട്സ് അല്ല ഗൈസ് കേട്ടോ, ഇത് ഫ്രൂട്ട്സ് അല്ല, ഞാൻ തെറ്റിപ്പോയി പറഞ്ഞത്, സോറി. ഇത് ഫ്രൂട്ട്സ് അല്ല, ഇത് ഒരു പഞ്ഞി പോലത്തെ ഒരു സാധനമാണ്. വേറെന്തോ എന്തിനോ ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. പിന്നെ തണലിന് വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തണലാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്ഥലത്താണ് നമ്മൾ ടെൻ്റ് അടിക്കുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ ഓൾറെഡി മുമ്പേ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഇന്നലെയൊക്കെ ടെൻ്റ് അടിച്ച ആൾക്കാരുണ്ട്. ഇവിടെ ടെൻ്റ് അടിക്കുന്നുണ്ട്. നമ്മൾ ടെൻ്റല്ല, നമ്മളിവിടെയാണ് സെറ്റാക്കുന്നത്. ഇവരൊക്കെ ഉണ്ട്, സെറ്റാക്കുന്നുണ്ട് അവർ. ഇതാണ് നമ്മൾ പറഞ്ഞ ആൾ. ഇതുവരെ ഫാമിലിയാണ്. അവരൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അതെ അതെ. അപ്പോൾ ഇത് കാടാണ്. ഇതിൻ്റെ ഫുള്ള് കാട് പോലത്തെ സ്ഥലമാണ്. ഉണ്ടോ വെള്ളം അവരിങ്ങനെ ആ ഉറവെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഉറവെള്ളം അവിടുന്ന് ഉറവെള്ളം വരുന്നുണ്ട് ആ ഭാഗത്തുനിന്ന്.
ആ വെള്ളം അങ്ങനെ പോകുന്നുണ്ട് വെള്ളം. ഇതാണ് മറ്റേ ഇപ്പോൾ കണ്ട വാൽനട്ടിൻ്റെ മരം, വാൽനട്ടാണത്. അടുത്തെടുത്തു. അവിടെ ബത്തക്ക തണുക്കാൻ വേണ്ടിയിട്ട്, പെപ്സിയൊക്കെ തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുടിക്കാനും കുളിക്കാനൊക്കെ പറ്റും. പക്ഷേ ഏറ്റവും നല്ലത് ഉറവ ഇടുന്നാണ് വരുന്നത്, അവിടുന്ന് കുടിക്കലാണ് നല്ലത്. ഇവിടുന്ന് കുടിക്കാൻ പാടില്ല. കുടിക്കുന്നുണ്ട്, ഇവിടുന്ന് കുടിക്കാൻ പാടില്ല. ഉറവ ഇടുന്നാണ് വരുന്നത്, ആ ഉറവ വരുന്നിടന്ന് കുടിക്കണം. അപ്പോൾ ഫിൽറ്റർ ചെയ്ത് വരുന്നതായിരിക്കും മണ്ണിൻ്റെ അടിയിൽ നിന്ന്. പിന്നെ ആൾക്കാർ പിന്നെ ഉറവ വരുന്നതിന് ശേഷം പിന്നെ അവിടെയൊക്കെ കല്ലൊക്കെ കെട്ടിയിട്ടുണ്ട്. കണ്ടോ, അവിടെയൊക്കെ കല്ലൊക്കെ കെട്ടിയിട്ട് ആ ബോളൊക്കെ കാണുന്നില്ല, ബോൾ കാണുന്നിടത്ത് കല്ലൊക്കെ കെട്ടിയിട്ട് പാത്രം കഴുകാൻ വേണ്ടിയിട്ടൊക്കെ അവർ. ഇവിടെയാണ് ഒരു വീടെടുക്കുന്നത്, ഈ ഏരിയയിലാണ് ഒരു വീടെടുക്കുന്നത്. ഇവിടെ വീട് എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ വലിയ മണിമാളിക ഒന്നും പണിയില്ല ഇവിടെ. ഇവിടെ എന്ന് വെച്ചാൽ ഒരു 2 റൂം, ഒരു ഹാള്, പിന്നെ ഒരു ബാത്റൂം, പിന്നെ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, അത്രേ ഉണ്ടാവുള്ളൂ. നമ്മൾ അവിടുത്തെ പോലെ വലിയ ഹാള്, പിന്നെ വേറെ ഒരു നടുമുറ്റം, അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഇവിടെ. എല്ലാം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആൾക്കാരാണ്. വേറെ പുറത്തുള്ള ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നല്ല. മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരുടെ വീട് അത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയാണോ? അല്ല, കട്ടുണ്ട്, ഉള്ളിൽ കട്ടുണ്ട്. സിമെൻറ്റിനെ കൊണ്ടുണ്ടാക്കിയാണ്, നമ്മൾ കട്ടേനെ കൊണ്ടുണ്ടാക്കി തന്നെയാണ്. പക്ഷെ അതിൻ്റെ പുറത്ത് എന്താ ഇപ്പോൾ മണ്ണിൻ്റെ ഒരു കളറ് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇപ്പോൾ താമസമില്ല, അവർ ഇവിടെ വേറെ സ്ഥലത്തേക്ക് താമസം മാറിപ്പോയതാണ്. പിന്നെ ഉള്ളിലൊക്കെ എന്താണെന്ന് അറിയില്ല. നമ്മുടെ ഉള്ളിലൊക്കെ ഫുള്ള് കച്ചറൊക്കെ ഇവിടെ സാധനങ്ങൾ, അറബാനൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഒരു പഴയ ഒരു ലുക്കിലെ ഒരു താമസം മാറിപ്പോയതാണ്. ഇവിടെ ഇതെന്താ അറിയോ? അനാറല്ലേ? അനാറിൻ്റെ മരമാണിത്. മുന്തിരി ഇതെവിടെ ഉണ്ടാക്കി, മുന്തിരി ഇതെവിടെ ഉണ്ടാക്കി. നല്ല കൊല മുന്തിരി ഉണ്ട് ഇവിടെ. മുമ്പ് താമസിച്ച ആൾക്കാർ, ഇവിടെ ഫാമിലി തന്നെ മുമ്പ് താമസിച്ചത്, അവർ അങ്ങോട്ടേക്ക് നല്ല വീടെടുത്ത് അങ്ങോട്ട് മാറി. അപ്പോൾ ഈ മുന്തിരി ഉണ്ടോ, മുന്തിരിയൊക്കെ അവർ അന്ന് കുഴിച്ചിട്ട് പോയതാണ്. അവർക്ക് അന്നൊക്കെ ഫലം കിട്ടിയതാണ്. ഇപ്പോഴും ഫലം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആരും പറിക്കുന്നില്ല. അങ്ങനെ വീണ് കംപ്ലൈൻ്റ് ആയി പോകുന്നുണ്ട്, ആരും ഉപയോഗിക്കുന്നില്ല. പിന്നെ അനാറിൻ്റെ മരമാണിത്. അനാറിൻ്റെ പൂവിതാ, അനാറിതവിടെ, അനാറിൻ്റെ ചെറിയ മൊട്ട്, വലിയ അനാറത് അവിടെ ഉള്ളിൽ. അങ്ങനെയൊക്കെ തന്നെ ഇവിടെ. ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ മരയില്ലേ, 10,000-2000 വർഷം അങ്ങനെ നിൽക്കണ മരമാണ്. ഇത് നമ്മളെ വാൽനട്ടിൻ്റെ മരം. അത് എത്രയോ വർഷം നിൽക്കും, വണ്ണം വെച്ച് വരിക, അല്ലാതെ ഒന്നും പൊട്ടിപ്പോകത്തില്ല, നശിച്ചു പോകത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മളെ കുട്ടികളെല്ലാം അവിടെ ഉണ്ട്. അതുപോലെ വീടിങ്ങനെ സാവധാനം എടുക്കുന്നേ ഉള്ളൂ, വെച്ചാൽ അയാൾക്ക് ഓൾറെഡി വീടുണ്ട് വേറെ. അപ്പോൾ ഇത് വരച്ചിട്ടിട്ടേ ഉള്ളൂ, തറ കെട്ടിയെന്ന് അറിയില്ല, തറ കെട്ടിയുള്ളൂ. ഇവിടെ ഈ സൈഡിലൊക്കെ വരുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ട് പണിയുന്നതാണ്. ഇവരങ്ങനെ ഇവിടെ എല്ലാവർക്കും 2 വീടൊക്കെ ഉണ്ടാവും. ഒരു വീട് വലിയ സംഭവമാക്കി എടുക്കില്ല, താമസിക്കുന്ന വീടൊക്കെ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ട് വീടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെക്കും. പിന്നെ വാടകയൊക്കെ കൊടുക്കും ചില ആൾക്കാർ. ഓക്കെ, ഇത് ഒരു ബദാമാണ്. ഞങ്ങൾ വരുമ്പോൾ ഒരു സ്ഥലത്ത് സാധാ ബദാം. ഓക്കെ, ഇന്ന് ഫുള്ള് വിളിച്ച്. ഇത് സംഭവം എന്താ ഗൈസ്, ഇത് നമ്മളെ ബദാമില്ലേ, നമ്മളെ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ബദാമില്ലേ, ഉണക്കിയിട്ട് ഇതിൻ്റെ ഇതാണ് നമ്മൾ ബദാമായിട്ട് കഴിക്കുന്നത്. സംഭവം പച്ചയാണ്. ബഹുത്തേ കണ്ടോ, ഇതിപ്പോൾ ആൾ ഇതാക്കി തന്നാണ്. മറ്റേ ഇത് ബദാമാണ്, നമ്മളെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബദാമില്ലേ, ആ ബദാമാണ്, സെയിം ബദാം. ഇത് ഉണക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ബദാം എന്നിട്ട് വാങ്ങുന്നില്ലേ, ആ സാധനം. ഇത് ബദാമിൻ്റെ മരമാണ്. പിന്നെ ഫ്ലവറൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ പോവാണ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെയായിരുന്നു വണ്ടി നിർത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. ചലക്ക ജായക
ഇവരുണ്ടോ? ഞാൻ ഉപ്പാനെ നടക്കാം. ഇത് ഷാഹുബലായത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസ് കാണിച്ചു തരാം. ഒന്നും വേണ്ട. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടാണ് അങ്ങനെ കയറിയാണ്. അവർക്ക് അറിയാം എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പാർക്കിലുള്ള കുറച്ച് സ്ഥലങ്ങൾ നോക്കാൻ വേണ്ടി വന്നു. പാർക്ക് മാത്രമല്ല ഇത്. ഇവിടെ നമ്മളെ പാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ തീയൊന്നും കത്തിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ നമുക്ക് എല്ലാം ചെയ്യാം. അപ്പോൾ തീ കത്തിക്കാം, ഫിഷ് വലിക്കാം, അതുപോലെ തന്നെ ഫുഡ് കഴിക്കാം, എന്തും നമുക്ക് ചെയ്യാം. നമ്മളെ ഫോട്ടോയിൽ കണ്ട സ്ഥലം ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ. അത് ഭയങ്കര ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ ആൾക്കാരൊക്കെ, അതാണ് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ആണ്. എന്താ ഇവിടെ ഇങ്ങനെ സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ അതായത് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർ. ഇവിടെ ഡാൻസും പാട്ടൊക്കെ ഉണ്ട്. പോയി നോക്കാം. അല്ല, അതൊക്കെ ആൾക്കാർ വെച്ചായിരിക്കും ഇവിടെ. ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിലായിരിക്കുന്നത്. ഇത് വെള്ളത്തിലാണ് ഈ ഇരിക്കണ സംഭവം ഉള്ളത്. വെള്ളത്തിലാണ് കേട്ടോ ഇരിക്കണ സംഭവം, വെള്ളത്തിലുള്ളത്. അവിടെ അങ്ങനെ ഇരിക്കലാണ്. രസമുണ്ട്. അപ്പോൾ നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലമായത് ഈ തടാകത്തിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡിൻ്റെ പരിപാടിയുണ്ട്. നമ്മൾ എന്താക്കുന്നത്, ഗ്രില്ലുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കി കൊണ്ടുവന്നാണ് അവിടുന്ന്. ഇതാണ് നമ്മളെ സെറ്റാക്കി തരുന്ന ആള്, നമ്മളെ കുടുംബക്കാരനാണ് കേട്ടോ. പിന്നെ നമ്മളെ കൂടെ വന്നാണ്, അവരോട് സെറ്റ് ചെയ്യാണ്. സെറ്റാക്കാണ് ഇവിടെ. അതിന് ചൂടാവുന്ന സമയത്ത് മറിച്ചിടും. അങ്ങനെയാണ് സെറ്റാക്കുന്നത്. എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വേറൊരു സ്ഥലത്തെത്തി. തൊട്ടടുത്ത് തന്നെ ഫുള്ള് ഫ്രൂട്ട്സ് തന്നെ ഇവിടെ ഫുള്ളുള്ളത്. അനാറ് ഏകദേശമായി വരുന്നുണ്ട്. ഇനി വണ്ണം വെക്കാനുണ്ട് കുറച്ചുകൂടെ. ചെറിയ ചെറിയ അനാറ് അറിയില്ലേ. ഒരു ഇത് കണ്ടോ ഗൈസ്, ഹണി ഉണ്ടാക്കുന്ന ഇത് നാച്ചുറൽ ഹണിയാണ്. ഇവിടെ ഹണീൻ്റെ കോമ്പൊക്കെ എടുത്തതിൻ്റെ ബാക്കി കണ്ടില്ലേ, എടുത്തതിൻ്റെ ബാക്കിയാണ് ഉണങ്ങിയത്. ഹണി അവിടെയൊക്കെ ഹണി ഉണ്ട്. ഇത് ഹണി ഉണ്ടാക്കണത് നാച്ചുറൽ ഹണി. ഇവിടെ കൂടുതൽ ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് ഈ ഇവിടെ ഹണി ഇഷ്ടം പോലെ കിട്ടും. ഫുൾ അനാറിൻ്റെ തോട്ടാണ്. ഫുൾ അനാറിൻ്റെ അങ്ങോട്ടുള്ള നല്ല ഇതൊരു മല. പൊമോഗ്രാനൈറ്റ്, അനാർ.
സിമ്പിളായിട്ട് തന്നെ. നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് ചെറിയ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അങ്ങനെ തോട്ടത്തിലേക്ക് ഇറങ്ങാണ്. ഇവരൊക്കെ വരുന്നുണ്ട്. ഇതൊരു വീടാണ്, ഇവരെ ഫാമിലി വീടാണ്. ഇത് വേറൊരു വീടാട്ടോ. നമ്മളിതാ തോട്ടത്തിലേക്ക് ഇറങ്ങാണ്. ചെറിയൻ്റെ പല തോട്ടമുണ്ട്, പല ടൈപ്പ് തോട്ടമുണ്ട്. ആ അതെ, ഇത് വലിയൊരു തോട്ടമാണ്. ഒരുപാടുണ്ട്. കാടാന്ന് വിചാരിക്കേണ്ട ആരും. ഇത് ഫുൾ ഫ്രൂട്ട്സ് ആണ്, ഫുൾ ഫ്രൂട്ട്സ്, ഫുള്ളും ഫ്രൂട്ട്സ്. ആ ഇത് രാവിലെ ഞങ്ങൾ മോർണിംഗിൽ കാണിച്ച വീഡിയോ ഇല്ലേ, എല്ലാ സാധനമാണ്. ഇതൊക്കെ ഫ്രൂട്ട്സാണ്. ആപ്രിക്കോട്ട്. ആ പറിച്ച് ഇനി കഴിക്കുന്ന ഇതെടുക്കാം. ഉണ്ടോ ഇതൊക്കെ ഉണ്ടോ ഫ്രൂട്ട്സ് നല്ല ഉണ്ടോ ആപ്രിക്കോട്ട്. സൂപ്പർ സാധനം. കടിച്ചിട്ട് സൂപ്പർ. ആ സൂപ്പർ ടേസ്റ്റ്. ഇഷ്ടം പോലെ ഉണ്ടോ ഉണ്ടായത്. ഓ ഫുള്ള് പറിച്ചെടുക്കണം തോന്നുന്നു. കാണാം അതൊക്കെ ഉണ്ട്. പറിക്കാനാ ഞങ്ങൾ പറിച്ച് കഴിച്ചോളാം ആവശ്യമുള്ള. ഇതുകൊണ്ട് ജാം ഉണ്ടാക്കും. ഫുള്ള് ചെറിയാണ് ഉണ്ടോ. ഇതൊക്കെ ഇവരെ തോട്ടാണ്. ഈ നിറച്ചും ഇവരുണ്ടാക്കിയ തോട്ടാണ് ഫുള്ളായിട്ട്. വേണ്ട അങ്ങോട്ടൊക്കെ ഉണ്ടോ ഫുള്ള് ഇതാണ്. ഇതാണ് സാധനം ഉണ്ടോ. സൂപ്പർ. ഇവിടെ ആർക്കും വേണ്ട. ആ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ നടക്കാം. ആ അങ്ങനെ ഇതുപോലെ വളമിട്ടിട്ട് വളർത്തുന്ന തന്നെയാ. എന്താ ആപ്രിക്കോട്ടാ? ആപ്രിക്കോട്ട് പഴുത്ത് ജ്യൂസി ടൈപ്പ്. ജ്യൂസി ടൈപ്പ് പ്രധാനം. അടിപൊളി. ഏതാ നല്ല മധുരം. ഏതാ മധുരം. തേന് പോലെ ഉണ്ട്. നല്ല മഞ്ഞ കളർ. ഇത് പറിക്കാനായിട്ടുണ്ടല്ലേ. അടിയുണ്ട്. കഴിയണമെന്ന് ആവശ്യമില്ല. അത്രയും കാണുമ്പോൾ പറിച്ചു തിന്നാ. ഇവിടെ വേറെന്തോ സംഭവിച്ചത് ദൈവ. ഇതെന്താണെന്ന് അറിയില്ല. ഇതെന്താ ദൈവ? ഇതെന്താണ്? ആപ്രിക്കോട്ട് തന്നെയാ? ഇത് വേറെന്തോ സംഭവമാണ്. മരം വ്യത്യാസമുണ്ട് ഇതിൻ്റെ. പറിക്കണ്ട. വലുതായി വന്നാല് റെഡ് കളറിൽ വരുന്ന സാധനമാണ് ഇത് പീച്ച്. ഞങ്ങൾ കഴിച്ചത് ആപ്രിക്കോട്ട്. ഈ സാധനം കണ്ടു. ഇതാണ് പീച്ച്. ഇത് പീച്ച്. ഇനിയും വലുതാവും. ഇതോ ഇതിന്റെ പച്ച. ആ അതിന്റെ പച്ച. ആപ്രിക്കോട്ട് വേറെ. ഞങ്ങൾ കഴിച്ചതാണ് ആപ്രിക്കോട്ട്, ഒരു യെല്ലോ കളർ. അതെ. എല്ലാ ജാമിന്റെ സാധനങ്ങളാ. ജാം ഉണ്ടാക്കും. പിന്നെ അങ്ങനെ കഴിക്കാൻ പറ്റും. ഗ്രീൻ ആപ്പിൾ. ഗ്രീൻ ആപ്പിൾ. ഇത് ഗ്രീൻ ആപ്പിളാ ഗൈസ്. അല്ല ഗ്രീൻ ആപ്പിൾ. ഇത് കുറച്ചുകൂടി വലുതാണോ? ഇപ്പൊ കഴിച്ചാലും മധുരം ഉണ്ടാവും. ഹിന്ദുസ്ഥാനി. ഓ ആള് പറിച്ചിട്ടുണ്ടോ ഇത്? എന്താ പറയുന്നത്? എന്താ പറയുന്നത്? ഓ ശ്രദ്ധിക്കണം അല്ലേ.
കളർ നോക്ക്. ഉറുമ്പ് Urumbe. ഉറുമ്പ് ഉറുമ്പ് Urumbe. Urumbe dare. Urumbe dare. ഉറുമ്പ് വേറെ. തോരെ Ore. Urumbe durumbe na koi. ഇതൊക്കെ ഒരു ഇതാക്കുന്നതാ. മൽബറി ഇതൊക്കെ ഒരു വളർത്തുന്നതാ. ഇതൊക്കെ ഒരു ഫാം ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു കൈ നോക്കി Bisschen boy. കൈ നോക്കി കളറ് Ore. ഒറിജിനൽ കളർ. ഒറിജിനൽ കളർ സൂപ്പർ കാണാം. Bisschen boy. നമ്മുടെ കുടുംബക്കാരനാട്ടോ ഇത്. Ma ver şu kendi. Bu kadar günden mi dedik ya? Fakat mulçu derim ama da mulçu olur. ഏതാ ടേസ്റ്റ്? Bok, ben bravo. നമുക്ക് വേണ്ടിയിട്ട് ഒരു പറിച്ചിരുന്നു. ഉരണ്ട കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ആൾ പറിച്ചിരുന്നു. ഇത് വൈറ്റ് മൽബറിയാണ്. പറിച്ചു കൊടുക്കുക ദൈവം. കണ്ടോ ഇത് ഒരു പറിച്ചിരുന്നു നമുക്ക് വേണ്ടിയിട്ട് വൈറ്റ് മൽബറി. ഞാൻ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇത് വൈറ്റ് മൽബറി. ഓ ഇതിന് മറ്റേക്കാൾ മധുരമുണ്ട്. ഫുള്ള് ഇതന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മൾബറി, അതുപോലെ തന്നെ ആപ്രിക്കോട്ടിൻ്റെ പലതരം ആപ്രിക്കോട്ട്, അതുപോലെ എന്താ പറയുക എല്ലാ ടൈപ്പ് സാധനം. O kırmızı kuma koştun. ഒരു പറിക്കാം. ഇത് ഫുള്ളും ഇവരതാ. ഈ എളാമ എന്ന് പറയുന്ന ഇവിടെ കുടുംബക്കാരുടെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഇവരൊക്കെയാണ് ഈ സ്ഥലം. ഇത് പൊമഗ്രാനൈറ്റിൻ്റെ മരമാണ്. ഉണ്ടോ? പിന്നെ ജോലിക്കാരുണ്ടോയെന്ന് അറിയില്ല ഇവിടെ തോട്ടത്തിൽ. ഇവർ എന്താക്കുന്നതാ, ഇത് പറിക്കും. ഇത് പറിച്ചിട്ട് മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കും. നല്ല പൈസ കിട്ടും ഇതിനൊക്കെ. ഇവർക്കൊന്നും ഒരു വിലയില്ല ഇതിന് സംഭവം. കണ്ടോ ഉണ്ടായിട്ടുണ്ട്. ഇത് എത്ര ഏക്കർ ഉണ്ടെന്ന് ഓലോട് തന്നെ ചോദിച്ചു നോക്കേണ്ടി വരും. അത്രയുണ്ട്. ഞങ്ങൾ നടന്നിട്ടൊന്നും തീരുന്നില്ല. അത്രയും അറ്റയില്ല ഇതിന്. അത്രയും ഇതുണ്ട് ഇവിടെ. ഇവർ സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. ഇവർ ഫ്രൂട്ട്സൊക്കെ കുഴിച്ചിട്ട് ഇവരിങ്ങനെ ആക്കിയെടുക്കുകയാണ്. ഇത് ബദാമിൻ്റെ മരം പറിച്ചിട്ട് വിൽക്കും. ഇവർ ഇതിന് വളക്കം കൊടുത്ത് വളർത്തും. എന്നിട്ട് വലുതായതിനു ശേഷം ഇത് വിൽക്കും. എന്നിട്ട് കുറച്ച് ഇവർക്ക് ആവശ്യമുള്ള മാത്രം ഇവർ എടുത്ത് വെക്കും വീട്ടിൽ. ബാക്കി ഫുള്ളായിട്ട് ഇവർ വിൽക്കും. ഇതുണ്ട് അവിടെ ഒരു വണ്ടി കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ഇത് പറിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആൾക്കാർ വന്നിട്ട് തോട്ടം ഇത്ര സ്ഥലം എടുത്തിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. ഇവരൊന്നും ചെയ്തില്ല. ഇവർ കഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഇവർ ഈ മരം വളരാനും അതിന് വേണ്ടിയ വെള്ളം കൊടുക്കാനൊക്കെ വേണ്ടി മാത്രമേ ഇവർ എന്താക്കുള്ളൂ, ഇതിൽ ഇൻവോൾവ് ആവുള്ളൂ. ബാക്കിയൊന്നും ഇവർ പറിക്കാൻ നിൽക്കത്തില്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ ആരും വാങ്ങിയില്ല, അതങ്ങനെ വീണ് പോയി നശിച്ചു എന്നല്ലാതെ ഇവരാവശ്യമുള്ള മാത്രമേ ഇവർ പറിക്കുള്ളൂ. ഇവർക്ക് ഇതിന് വലിയ വിലയൊന്നുമില്ല. അതെന്താ ഇതാണ് ബദാം. ഇത് പച്ചയാണ്, ഇതായിട്ടില്ല. ഇത് ബദാമിൻ്റെ മരമാണ്. ബദാമിൻ്റെ മരം കുറേ ഉണ്ട്, ഒന്നൊന്നല്ല കുറേ ഉണ്ട്. ബദാം ഇത് ഉണക്കും. ഇത് ഉണക്കും, ഉണക്കിയിട്ടില്ലേ, എന്തായാലും ഉണക്കിയിട്ടല്ലേ ഇതാക്കുക. ആ പച്ചേൻ്റെ ഉള്ളിലാണ് ബദാം ഉള്ളത്. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ബദാം മേടിക്കുന്നില്ലേ, എത്ര കിലോന് 44 ദിറംസൊക്കെ കൊടുത്തിട്ട് മേടിക്കുന്ന സാധനം ഇല്ലേ, ആ സാധനമാണ് ഇത് ബദാം. ഇത് ഒരു മരത്തും വന്ന് നമുക്ക് 10-25 കിലോഗ്രാമൊക്കെ കിട്ടും ഒരു മരത്തും വന്ന്. അങ്ങനെ 100-200 മരമുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ. അപ്പോൾ കണ്ടിട്ട് കണ്ണുകളിൽ പോയി ഗൈസ്. ഇല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഹണി ഇവിടെ എങ്ങനെ ഉണ്ടാകുന്നല്ല. ഹണി ഉണ്ടോ, ഹണി ഈ ഇതിൽ ഹണി വന്നിട്ട് എന്താക്കുന്നത്, അതിന് വേണ്ടിയത് ശേഖരിച്ചിട്ട് പൂവുന്ന് ശേഖരിച്ചിട്ട് അത് വേണ്ടിയത് അതിന് ആവശ്യമുള്ളത് കഴിച്ചിട്ട് പോയിട്ട് ഹണീൻ്റെ കോമ്പിൻ്റെ ഉള്ളിൽ പോയി അവിടെ ശേഖരിക്കും. ഇതെവിടെ ഇതാണ് ഉണ്ടോ ഗൈസ്, സൂപ്പർ. അങ്ങനെയാണ് ഇവിടെ ഇഷ്ടം പോലെ ഹണി എന്ന് വെച്ചാൽ പലതരം ഹണി ഇവിടെ ഉണ്ട്. എല്ലാ ഫാമിംഗ് ഉണ്ട്, ഫിഷ് ഫാമിംഗ്, അതുപോലെ അനിമൽസിന്റെ. വാ ഉണക്കിയാ ഗൈസ്, ഞാൻ ഇത് പറിക്കുകയാണ്. കണ്ടോ വീണ് പോന്ന്, തൊടുമ്പോൾ വീണ് പോന്നു ഗൈസ്. ഓ എത്രയാ, വീഴുമ്പോൾ പഴുത്തിട്ട്
എന്നോട് പറിച്ചോളം പറഞ്ഞവർ എനിക്ക് ആവശ്യമുള്ള ഇനി പറിച്ച് കഴിച്ചു ബസ്സിൽ എന്ന് പറഞ്ഞു. ഞങ്ങൾ മുഴുവനല്ല ഞങ്ങൾ കൈ കൊണ്ട് എത്തുന്നത് ഞങ്ങൾ പറിക്കുകയാണ്. ഇത് കണ്ട ആദ്യം അടുപ്പിക്കണ്ട, സൂപ്പറാണ്, സൂപ്പർ സാധനമാണ്, അടിപൊളി മധുരമുണ്ട്. കുറേ താഴത്തുള്ള ഞങ്ങൾ എടുക്കുന്നില്ല, താഴത്തുള്ള ഈ കിളികളൊക്കെ വന്നിട്ട് പറിക്കുന്ന ഇതാക്കുന്നതാണ്. ഓ സൂപ്പർ ഗൈസ്, അടിപൊളി. ആർക്കെങ്കിലും ദുബൈയിലേക്ക് സാധനമാണ് പറഞ്ഞോളൂ. അതെ, കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ തുച്ഛമായും എല്ലാം അയച്ചു തരുന്നതാണ്. അതുപോലെ സാധനം ഇത് പക്ഷേങ്കിൽ ഇതിപ്പോൾ പെട്ടെന്ന് കഴിക്കണം. ഇത് ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടു കൊടുക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ എന്താ പറയുക, ഇത് അപ്പോഴേക്ക് ഇതായി പോവും. ഇത് ഓൾറെഡി വിളഞ്ഞിട്ട് നല്ല ഞാനത് പൈസ കൊടുത്ത് മേടിക്കും. ഇതിപ്പോൾ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല. ഇത് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടി മേടിക്കുന്നതാണ്. അല്ല പിന്നെ വാങ്ങിക്കുന്ന പറിച്ചോളം പറഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഇനി യാത്ര ഉണ്ട് പോകാൻ. മതി അതേവാ. അല്ല ഇത് കുറേ കൊള്ളൂല്ലേ. അപ്പോൾ നമ്മൾ മതിയാക്കിയിരിക്കുന്നു. മതി, അത്ര മതി. ഞാൻ കാണിച്ചു തരാം, കട്ടിയല്ല. ഞങ്ങൾ ഇത്രയും പറിച്ചിട്ടുണ്ട്. കുറേ ഉണ്ട്. ഇത് 1 കിലോ ഉണ്ടാവും. എത്ര പൈസ കൊടുത്ത് വാങ്ങുന്ന? ഇത് 1 കിലോ ഒന്നല്ല, അതിന് മേലുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ്. നമ്മളെ ഇന്നത്തെ ട്രിപ്പ് ഇത്ര കഴിഞ്ഞ് നമുക്കിനി വേറെ കാര്യമായിട്ട് ഒന്നുമില്ല. നമ്മളിനിപ്പോൾ തിരിച്ച് ആ വീട്ടിൽ പോകുന്നു. നമ്മളെ ബാഗൊക്കെ എടുക്കുന്നു. അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും. ഞാൻ വരും. അല്ലെങ്കിൽ നമ്മളിത് നേരെ സ്ട്രൈറ്റ് നമ്മളെ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ.